വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ റൂം ടൂറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഫുൾ റൂമും എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഈ വീട്ടിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടായ എൻ്റെ ഈ റൂം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകും. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. ഇനി നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ എൻ്റെ മെയിൻ സ്പോട്ടായ സ്റ്റഡി ടേബിളാണ്. ഇവിടേക്ക് ഞാൻ എൻ്റെ ഡ്രോയിങ് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. തുറന്ന് കാണിച്ചാൽ നിങ്ങളുടെ കണ്ണ് തള്ളി പോകും. പക്ഷെ എന്നാലും ഞാൻ വൃത്തിയാക്കിയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വരികയാണെങ്കിൽ പെൻസിലും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പെൻസിൽ കേസ് എന്നാണെങ്കിൽ പറയാം. പിന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ചെടി ഞാൻ അവതരിപ്പിച്ചു എന്നും പോട്ടെ, അതപ്പം വാങ്ങിച്ചിട്ട് വന്നതാണ് ഞാൻ. അവിടെ അത് സത്യത്തിൽ ഇവിടെ അല്ല വെച്ചിരുന്നത്, അത് നേരത്തെ ബെഡിൻ്റെ അവിടെയായിരുന്നു വെച്ചത്. പിന്നെ അത് ഞാൻ സ്ഥലം മാറ്റി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞാൻ അതിൽ ഒരു ഡ്രീം ക്യാച്ചർ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഡയറികൾ, പിന്നെ ജേണല് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊരു കേസ്, അതിലേക്ക് ഞാൻ ഈ സംഭവം ഇട്ട് വെച്ചു. പിന്നെ അതിൽ കണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ തൂക്കിയിടുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ എൻ്റെ അനിയൻ്റെ, എൻ്റെ ജോക്കുട്ടൻ്റെ, ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോ ആണ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല, ഇവിടെ ഇതൊരു എൻ്റെ കൂട്ടുകാരി ഹന എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ ഇത് എനിക്ക് ഹായ തന്ന എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. 2 ബ്ലൂ ആണ്. അടുത്തത് ഇത് ഞാൻ പള്ളിപ്പെരുന്നാളിന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ലൈറ്റ് തെളിയുന്ന ഒരു LED മെഴുതിരിയാണ്, അതിവിടെ വെച്ചിട്ടുണ്ട്. ഫോണില്ല. പിന്നെ ഇത് ഒരു ജ്വല്ലറി ബോക്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ണികളുടെ സാധനങ്ങളൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടേബിളിൽ മാച്ചായ കളറായതുകൊണ്ട് ഞാൻ അതിവിടെ വെച്ചു. പിന്നെ ഇത് ഒരു കീച്ചൻ, എനിക്ക് നേഹ ബർത്ത്ഡേക്ക് തന്ന കീച്ചനാണ്. ഇത് മിക്കവാറും അവളുടെ ആവുള്ളൂ, കാരണം നേഹ എൻ്റെ പേര് നോറ എന്നെ എഴുതിയിരിക്കുന്നു. സച്ച് എ സിമ്പിൾ തിങ്. അപ്പോൾ അതിൻ്റെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഷെൽഫൊക്കെയാണ്. ഷെൽഫിൽ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യത്തിൽ നിറച്ച് അലങ്കോലമായി കിടക്കുവാണ്. നല്ല മരുന്നും പനിയെല്ലാം കഴിഞ്ഞതിൻ്റെ മരുന്നും കാര്യങ്ങളെല്ലാം ഇരുന്ന് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. പിന്നെ എന്തുവാ, പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഡ്രസ്സിങ് റൂമാണ്. അലമാര ഡ്രോയിൻ്റെ അതേ അവസ്ഥയാണ്, പിന്നെ കുറച്ചും കൂടെ അലങ്കോലാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കണികണ്ട സാധനങ്ങളൊക്കെ വയ്ക്കും. ഇതെനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയൊരു മിററാണ്. എനിക്ക് മരിയ ചേച്ചി തന്നെ മിററാണ്. ഇത് പിന്നെ 2 ക്ലിപ്പുണ്ട്, അവിടെ വാച്ചുണ്ട്. പിന്നെ ഇവിടെ വാഷ്റൂം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എന്താ പറയുക, മുഷിഞ്ഞ തുണിയൊക്കെ ഇടാനുള്ളൊരു ഇത്. പിന്നെ ടബിൽ കുളിച്ച് കഴിയുമ്പോൾ ഇതിൽ ഇവിടെ തൂക്കിയിടാറുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ കാഴ്ചയെല്ലാം അവിടെ തീർന്നു. ഇനി അവിടുത്തെ നമ്മൾ കിടന്നുറങ്ങാനുള്ളൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് കിടന്നുറങ്ങാൻ. പക്ഷെ ഞാൻ ഉച്ചയ്ക്കൊന്നും കിടന്നുറങ്ങത്തില്ല, രാത്രിയാണ് കൂടുതലും കിടന്നുറങ്ങാറുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്. ഇവിടെ ഞാനും എൻ്റെ അനിയനും കിടക്കും. ഇവിടെ പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോഴുള്ള ബാഗും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു ചെറിയ ടേബിൾ. ഇത് വൈകാതെ മോഡിഫൈ ചെയ്ത് വേറെ എന്തെങ്കിലും ആക്കും. പിന്നെ അവിടെ ചെറിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു എന്തോ അവിടെ ഉണ്ട്, അങ്ങനെ വെച്ചിരിക്കുന്നു. ഓർഗനൈസർ മറന്നുപോയി. പിന്നെ ഇവിടെ ഇത് ജോഷാൻ്റെ ടേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ബുക്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ പണ്ടത്തെ ബുക്സും അല്ലാത്ത ബുക്സും എല്ലാം ഉണ്ട് അവിടെ. പിന്നെ മൈ ഗോഡ്, കൈതട്ടി ഫുൾ എനിക്ക് കൈതട്ടാണ്. ഇവിടെ വരികയാണെങ്കിൽ ഈ ബെഡിൻ്റെ തൊട്ട് സൈഡിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു മിനി ടേബിൾ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ AC റിമോട്ടും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് 2 LED ലൈറ്റ് ഞാൻ വാങ്ങി, അതിൽ ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ കാഴ്ചകളെല്ലാം തീർന്നു. പിന്നെ ഇവിടെ വിൻഡോ വന്ന്
കർട്ടനാണ് വേണ്ടിയിട്ടിരിക്കുന്നത്. ഈ മുറിക്ക് തന്നെ മാച്ച് ആയിട്ടുള്ളൊരു കർട്ടൻ ഇവിടെ ഈ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ വേറെ ഈ റൂമിലൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ രാത്രി 2 LED ലൈറ്റ് കണക്ട് ഞാൻ വേറെ എന്തെങ്കിലും കാണിച്ചു തരാം. ഒപ്പിക്കാൻ നോക്കാം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ തന്നെ ആദ്യമൊക്കെ ഞാൻ കുറേ പണികൾ ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ആദ്യത്തേൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ സ്റ്റാർട്ടിങ് ആണ്, മൈക്കൊന്നും അങ്ങനെ ആയിട്ടില്ല. സ്റ്റാർട്ടൊക്കെ ചെയ്ത് പതുക്കെ എന്തൊക്കെ ആവുമെന്ന് അതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ മൈക്കും കാര്യങ്ങളും എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കുറച്ച് സൗണ്ട് കൂട്ടിക്കോളും. പക്ഷെ ആദ്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് നല്ല സൗണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൗണ്ട് കുറയും. അങ്ങനെയാണ് വന്നേക്കുന്നത്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം എ ബിഗിനർ, ക്ഷമിക്കുക. അപ്പം അതുകൊണ്ട് ക്ഷമിക്കണം. പിന്നെ ഇവിടെ വേറെ ഒന്നും കാണാനില്ല. സ്റ്റഡി ടേബിള്, ബെഡ്, ജോഷിൻ്റെ ആ ടേബിള്, പിന്നെ ബാഗൊക്കെ വയ്ക്കാനുള്ള ടേബിള്, പിന്നെ അവിടെ ചെറിയൊരു അലമാരയുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ഓർഗനൈസർ, പിന്നെ ഇതാ ഡസ്റ്റ്ബിൻ, പിന്നെ ബെഡ് ടേബിൾ അവിടെ ഉണ്ട്. പിന്നെ എന്തുവാ ഡ്രസ്സിംഗ് റൂം. തീർന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ എൻ്റെ. കാഴ്ചകളൊക്കെ ഫുൾ വ്യൂ LED വിത്തും അല്ലാതെയൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.